ഹലോ, വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ ഫുഡ് പേജ് ലോഗോ ഒക്കെ പ്രിൻ്റ് ചെയ്ത ഹുഡിയൊക്കെ ഇട്ടേക്കാണ്. അമ്മയും ചെറിയും ഞാനും ചേട്ടനും വിഷ്ണുവായിട്ട് ലുലുവിൽ പോവാണ്. ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ലുലുവിലെ കാര്യങ്ങളൊക്കെ കാണാൻ ഇതുവരെ പറ്റിയില്ല. അങ്ങനെ പോകാനായിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് പോയി എല്ലാം ഒന്ന് ഓടിച്ച് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴാണ് ചേട്ടന് എങ്ങനെയൊക്കെ കിട്ടണത്. അപ്പോൾ നമുക്ക് അവിടെ പോയ ശേഷം കാണാം. റോഡ് ഫുൾ ബ്ലോക്കായിരുന്നു, ഹോളിഡേ ടൈം ആയതുകൊണ്ട്. മാത്രമല്ല ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. ആ റൂട്ടിലോട്ടുള്ള മുക്കാൽ ഭാഗം വണ്ടികളും ലുലു മോളിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മോളിൻ്റെ പുറത്തായിരുന്നാലും അകത്തായിരുന്നാലും ഫോട്ടോസിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ ലൈറ്റ് ആർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതിലൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇറങ്ങാറായപ്പോൾ എൻ്റെ മോന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റായി, അതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്ന് വേണം പറയാം. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ ആ ഒരു എൻട്രൻസ്, ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് മോളിലെ മെയിൻ എൻട്രൻസിലേക്ക് എത്താൻ തന്നെ നമുക്ക് അത്രയ്ക്ക് സമയം എടുത്തു. കാരണം അത്രമാത്രം തിരക്കും കാര്യങ്ങളുമാണ്. ലുലു മോൾ തുടങ്ങിയിട്ട് 3 വർഷമായി. ഒരു ഡിസംബർ ടൈമാണ് തുടങ്ങിയെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് 3rd ഇയർ ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് ആ എൻട്രൻസ് സൈഡൊക്കെ നല്ല രീതിയിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ഒരുപാട് പേര് വരണുണ്ടായിരുന്നു മോളിലേക്ക്. നല്ല വേറൊരു ആംബിയൻസ് ആണ്. അകത്ത് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വൈബൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കയറിപ്പോയപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബേബി മോളിൽ വന്നപ്പോൾ തന്നെ ഉറങ്ങി. അവന് ഈ മോൾ ആംബിയൻസ് എന്താണെന്തോ ജനിച്ചപ്പോൾ തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവനെ അവിടെ കൊണ്ടുപോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ക്രിസ്മസ് സാൻഡയുടെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അവിടെ. അത് നല്ല ഭംഗിയായിരുന്നു. അകത്തൊക്കെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഒരു വേറെ ലെവലാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ആ വലിയ ക്രിസ്മസ് ട്രീ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും സ്റ്റാറ്റസ് സ്റ്റോറീസൊക്കെ കണ്ട് എന്തായാലും എനിക്ക് പോയി കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ ഞാനും ചെറിയ ബേബിയും ചേട്ടനുമായിട്ട് എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റി. മോൻ ഉണ്ടാവുന്നതിന് മുന്നേയൊക്കെ നമ്മൾ എപ്പോൾ ചേട്ടൻ നാട്ടിൽ വന്നാലും നമ്മൾ ലുലുവിൽ വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കറങ്ങാറുണ്ട്. മിക്കവാറും എല്ലാ പ്രാവശ്യവും ലുലു മോളിൽ വരാറുണ്ട്. അപ്പം അവൻ വന്നതിന് ശേഷം 3 പേരുമായിട്ട് ഇങ്ങനെ ലുലുവിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ, അതൊരു ഫെസ്റ്റീവ് ടൈമിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് ഫാമിലീസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും അങ്ങനെ പോയപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എസ്കലേറ്ററിൽ അപ്പയും മോനും കൂടെ പോവുകയാണ്. എനിക്ക് അവൻ എസ്കലേറ്ററിൽ കൊണ്ട് കയറാൻ കുറച്ച് പേടിയാണ്, എന്നാലും കുഴപ്പമില്ല. ആദ്യം നമ്മൾ വന്നത് ഫുഡ് കോർട്ട് സൈഡിലാണ്. അവിടെ ഫൺ സോണിലൊക്കെ നല്ല തിരക്കാണ്. അവിടുത്തെ എല്ലാ റൈഡ്സിലും ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അടുക്കാൻ പറ്റാത്ത രീതിയിലെ തിരക്കാണ് കേട്ടോ. ഫുഡ് കോർട്ടിൽ നമ്മൾ ആദ്യം വന്നത് മൗസിയിലാണ് കേട്ടോ, അവൽ മിൽക്ക് കഴിക്കാനായിട്ട്. നമ്മളിപ്പോൾ മൗസിയുടെ ഫ്രണ്ടിലിരിക്കുകയാണ്. മൗസി, എനിക്ക് അവൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൗസി അവൽ മിൽക്ക് കുടിക്കാനായിട്ട് അവൽ മിൽക്ക് ഫ്രണ്ടിലിരിക്കുകയാണ്. ഇപ്പോൾ ലുലു മോൾ തുടങ്ങിയിട്ട് 3 ഇയേഴ്സായി. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരു 3 months ഒക്കെ ആയപ്പോഴത്തേക്കും ലുലു മോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം 3rd ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേബീനെ കൊണ്ട് വരാൻ പറ്റിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. നമ്മൾ കല്യാണം കഴിഞ്ഞുകൊണ്ട് ലുലു മോൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങോട്ട് വന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റാണ് ഞാനിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർഡർ ചെയ്ത് ആദ്യമായിട്ടാണ് മൗസിയിൽ നിന്ന് അവൽ മിൽക്ക് കൊണ്ടുവരാൻ ഇത്രയ്ക്കും താമസം ഉണ്ടായത് കേട്ടോ. നല്ല തിരക്കാണ്. മൗസിയിൽ പോയിട്ട് കുറച്ച് അവൽ മിൽക്കൊക്കെ വാങ്ങി. സ്പാനിഷ് നട്ട്, ഫ്രൂട്ട് നട്ട്, സ്പെഷ്യൽ ബൂസ്റ്റ്. ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട് ബേയും എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട് ബേയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലേവേഴ്സൊക്കെ സെലക്ട് ചെയ്ത സമയത്ത് അവിടെ നല്ല ആളായി. പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം മോന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവൽ മിൽക്ക് എല്ലാം കഴിച്ചു. ഞാനൊരു പുതിയ ഫ്ലേവറായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പുതിയതായിട്ടായിരുന്നു ട്രൈ ചെയ്തത്. ഫ്രൂട്ട് നട്ട് എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ്. അത് കൊള്ളായിരുന്നു കേട്ടോ. ഒരുപാട് നട്ട്സൊക്കെ വന്നത്. പിന്നെ എൻ്റെ ചെറി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോൾ ചെറി കണ്ടാലും ഇപ്പോൾ എൻ്റെ മോനെ എനിക്ക് ഓർമ്മ വരണേ. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് അവൽ മിൽക്കൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി. ആ സമയത്ത് ചേട്ടൻ ഇലക്ട്രോണിക്സിൻ്റെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൾക്കതാണ് ഭയങ്കര ഇഷ്ടം. അടുത്ത മാസം പൊങ്കലാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ നാട്ടിലേക്ക് ആദ്യമായിട്ട് ചെറിയ ബേബി പോവുകയാണ്. അപ്പം അങ്ങനെ അവനെ വീട്ടിലിടാൻ കണക്കാക്കിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണമായിരുന്നു. ഇപ്പം എല്ലാം ചെറുതായി. അപ്പം അങ്ങനെ അവിടെ വന്നതാണ് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ മാക്ഡൊണാൾഡ്സിൽ പോയിട്ട് ചേട്ടനും അനിയനും കൂടെ എന്തെങ്കിലും കഴിക്കും. ഞാൻ പറയണ കേൾക്കാവോ? ഇനി ഞാൻ പാരഗണിൽ പോയിട്ട് എനിക്ക് അടുത്ത സൂപ്പ് കുടിക്കുന്ന എന്തെങ്കിലും ലൈറ്റായിട്ട് ഞാൻ ഒന്ന് കഴിച്ചിട്ട് പിന്നെ തൈ വണ്ടിയിൽ ഹൈപ്പർക്കും കൂടെ ഒന്ന് കയറിയിട്ട് ഇറങ്ങും. ഇപ്പം സമയം എത്രയായി? 8 മണിയായോളൂ. ഓക്കെ, ഒരു 9-9:30 ഇറങ്ങണം എന്നാണ് ആഗ്രഹം. കഫേയിലിരിക്കുകയാണ്. കഫേയിൽ നിന്ന് കാണിച്ചു തരാം. ബർഗറിനെ പിടിച്ച് വലിച്ച് കീറിയൊക്കെ കഴിക്കും. ഒരു ബൈറ്റ് പിന്നെ പാരഗണിൽ കയറി ഒരു മട്ടൻ മുരിങ്ങയ്ക്ക സൂപ്പ് കുടിച്ചു. ബട്ടർ നാനും ചിക്കൻ വരട്ടിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഈ സംഭവം ബ്രോസ്റ്റഡൊന്നും ഡിന്നറിന് പറ്റില്ല. അത് പിന്നെ ഇവൻ കരഞ്ഞുകൊണ്ട് പാഴ്സൽ ചെയ്തു. ഇതാണ് റൈസ് എഡിബിൾ സ്ട്രോ ആണ്. ആദ്യം ഭയങ്കര കാര്യത്തിൽ കടിച്ച് നമ്മൾ പ്ലാസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ച് ചേട്ടനെല്ലാം അറിയാം. എല്ലാം അറിയാം ചേട്ടാ. എങ്ങനെ മിണ്ടാതെ അതേടി. അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൻ കൈ നിൽക്കാത്ത രീതിയിൽ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ സമയവും വൈകിയതുകൊണ്ട് നമ്മൾ നേരെ ക്യാബ് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ടൈമിൽ ഒരു ഫെസ്റ്റീവ് സീസണിലെ ലുലു മാൾ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.